അദാനി ഗ്രൂപ്പിന്റെ കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു സെബി. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 10-ൽ 7 കമ്പനികൾക്കാണ് നോട്ടീസ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ചട്ടങ്ങൾ ലംഘിച്ചെന്നും ലിസ്റ്റിംഗ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും നോട്ടീസിൽ സൂചിപ്പിക്കുന്നു. ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബി അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പിനെതിരായ സെബിയുടെ നടപടി. അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത 10 കമ്പനികളിൽ 7 കമ്പനികൾക്കാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചത്. കമ്പനികളുടെ ഡയറക്ടർമാർ സ്വകാര്യ താൽപര്യമുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിച്ചതിനും ലിസ്റ്റിംഗ് നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിനും മുൻകാലങ്ങളിലെ ഓഡിറ്റർ സർട്ടിഫിക്കറ്റുകളുടെ സാധുത സംബന്ധിച്ചുമാണ് നോട്ടീസ് നൽകിയതെന്ന് അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. ഗൗതം അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിലെ മുൻനിര കമ്പനിയായ അദാനി എന്റർപ്രൈസസിന് നോട്ടീസ് ലഭിച്ചത് 2023-24 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെയാണ്. അദാനി ഗ്രീൻ എനർജി, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, അദാനി പവർ, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി വിൽമർ, അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവയാണ് നോട്ടീസ് ലഭിച്ച മറ്റു കമ്പനികൾ. ലഭിച്ച നിയമോപദേശപ്രകാരം സെബിയുടെ നോട്ടീസ് കാര്യമായ പ്രശ്നമുണ്ടാക്കില്ലെന്നാണ് ഗ്രൂപ്പ് പറയുന്നത്. എന്നാൽ ഗ്രൂപ്പ് കമ്പനികളിലെ ഓഡിറ്റർമാരുടെ വിദഗ്ധാഭിപ്രായത്തിൽ സെബിയുടെ അന്വേഷണ ഫലം ഗ്രൂപ്പിന്റെ ഭാവിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കും. US ആസ്ഥാനമായുള്ള ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ സെബി നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് ഈ നോട്ടീസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ തട്ടിപ്പ് കാണിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഉള്ളതിലും വളരെ ഉയർന്ന വിലയ്ക്കാണ് കമ്പനികളുടെ ഓഹരികൾ വിറ്റിരുന്നത് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ വൻ തകർച്ച നേരിട്ടിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.